സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. വയനാടിന്റെ സഹായം തേടി പാർലമെന്റിന് മുന്നിൽ കേരള എംപിമാർ. മലയാളത്തിൽ മുദ്രാവാക്യം മുഴക്കി പ്രിയങ്കയും. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിന് കേന്ദ്ര സഹായം നിഷേധിക്കുന്നതിനെതിരെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ പ്രതിഷേധം. ജസ്റ്റിസ് ഫോർ വയനാട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പാർലമെന്റിന് മുന്നിൽ എംപിമാർ അണിനിരുന്നത്. വയനാടിന് നീതി നൽകുക, ദുരിതാശ്വാസ പാക്കേജ് അനുവദിക്കുക എന്നെഴുതിയ ബാനർ ഉയർത്തി മഗർദ്വാറിന് മുന്നിൽ എംപിമാർ നിലയുറപ്പിച്ചു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാർ മലയാളത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. വയനാടിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് നിരാശപ്പെടുത്തുന്നതാണെന്ന് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു. സഹായം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ടു. എന്നാൽ അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് പ്രിയങ്ക ചൂണ്ടിക്കാട്ടി. വയനാട്ടിലുണ്ടായ ദുരന്തം രാജ്യം മുഴുവൻ കണ്ടതാണ്. അവിടുത്തെ ജനങ്ങളുടെ വേദനയും ദുരിതവും എല്ലാവർക്കും അറിയാം. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം കേന്ദ്ര സർക്കാർ സഹായം നൽകാൻ മടിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും ഇതുതന്നെയാണ് സ്ഥിതി. അവരും രാജ്യത്തെ പൗരന്മാരാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളുടെയും വേദനയുടെയും ദുരിതത്തിൻ്റെയും സമയത്തെങ്കിലും രാഷ്ട്രീയ വിവേചനം മാറ്റിവെക്കണം. കേന്ദ്ര സർക്കാരിന് അനുകമ്പയും മനുഷ്യത്വവും ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായ വിഷയമാണ്. അത് മനസ്സിലാക്കി കേന്ദ്രം നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രിയങ്ക പറഞ്ഞു. അതേസമയം രക്ഷാപ്രവർത്തനത്തിന് ചെലവായ തുക ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കത്തയച്ചതിനെതിരെ KV തോമസ് രംഗത്തെത്തി. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് KV തോമസ് പറഞ്ഞു. സേവനം ചെയ്തതിന് കാശ് വാങ്ങുന്നത് എന്തിനാണെന്ന് KV തോമസ് ചോദിച്ചു.